എംജിആറിനെ പോലെ വിജയ് തമിഴ്നാടിന്റെ മുതലമൈച്ചറായാൽ ജയലളിതയെപ്പോലെ തൃഷ എത്തുമോ? സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച അങ്ങനെയാണ്. ജയലളിതയെപ്പോലെ തൃഷ നിൽക്കുന്ന AI ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. പെരുമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലാണ് വിജയ് വിജയിച്ചത്. പെരുമ്പൂരിൽ 53,715 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയപ്പോൾ ട്രിച്ചി ഈസ്റ്റിൽ 27,000-ലധികം ഭൂരിപക്ഷവും നേടി. ഇതോടെ 14 ദിവസത്തിനകം ഏതെങ്കിലും ഒരു സീറ്റിലെ MLA സ്ഥാനം വിജയ് രാജിവെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആരു മത്സരിക്കുമെന്നതാണ് ചർച്ചാ വിഷയം. രാജിവെക്കുന്ന സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃഷയെ മത്സരിപ്പിക്കാൻ ആലോചന നടക്കുന്നതായാണ് സൂചന. വോട്ടെണ്ണൽ ദിനത്തിൽ വിജയ് അഭിനന്ദിക്കാൻ തൃഷ നേരിട്ടെത്തിയത് ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇതോടൊപ്പം താൻ 10 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയാകുമെന്ന് തൃഷ പണ്ട് തമാശയായി പറഞ്ഞ ഒരു പഴയ അഭിമുഖവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. പെരുമ്പൂർ നിലനിർത്താൻ വിജയ് താൽപര്യപ്പെടുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ട്രിച്ചി ഈസ്റ്റിൽ നടി തൃഷയെ TVK സ്ഥാനാർത്ഥിയാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് സംബന്ധിച്ച് TVKയിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ TVK ലീഡ് നേടിയപ്പോൾ തൃഷ വിജയുടെ ചെന്നൈ നീലാങ്കരയിലെ വീട്ടിലെത്തിയിരുന്നു. തലേ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിലെത്തി തൃഷ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മെയ് 4-ന് തൃഷയുടെ 43-ാം പിറന്നാൾ കൂടിയായിരുന്നു. ഈ ചർച്ചകൾക്ക് പിന്നാലെ തൃഷയുടെ പഴയൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. എന്താണ് ആഗ്രഹമെന്ന് തൃഷയോട് ചോദിക്കുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് നടി മറുപടി നൽകുന്നത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിനിടെ തൃഷ വിജയ് ബന്ധവും എതിരാളികൾ ആയുധമാക്കിയിരുന്നു. വിജയുടെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജിയിൽ വിവാഹേതര ബന്ധമെന്ന ആരോപണം തൃഷയെ ഉദ്ദേശിച്ചാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇരുവരും ഒരു വിവാഹ ചടങ്ങിൽ ഒരുമിച്ചെത്തിയതും ചർച്ചകൾക്ക് ആക്കം കൂട്ടി. ഗില്ലി എന്ന ചിത്രത്തിലെ പാട്ട് പശ്ചാത്തലമാക്കിയാണ് തൃഷ വോട്ട് ചെയ്ത ശേഷമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതും ചർച്ചകൾക്ക് വഴിയൊരുക്കി. ട്രിച്ചിയിലും പെരുമ്പൂരിലും വിജയ് സ്ഥാനാർത്ഥിയായത് തന്നെ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. ജയിക്കാൻ വലിയ ശ്രമം നടത്തേണ്ടിവരുമെന്ന് ഉറപ്പിച്ച് 2 സീറ്റുകളായിരുന്നു ഇത്. തിരുച്ചിറപ്പള്ളി ജില്ലയിലാണ് ട്രിച്ചി ഈസ്റ്റ് നിയമസഭാ മണ്ഡലം. നഗരപ്രദേശങ്ങൾ കൂടുതലുള്ള ന്യൂനപക്ഷ ജനസംഖ്യ നിർണായകമായ മണ്ഡലം. വെള്ളാളർ സമുദായത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ വോട്ടാണ് മണ്ഡലത്തിലുള്ളത്. ന്യൂനപക്ഷ വോട്ട് അനുകൂലമാകുമെന്നായിരുന്നു ആദ്യം മുതലേ ഇവിടെ TVK പ്രതീക്ഷ. ആ വിശ്വാസം രക്ഷിച്ചു എന്ന് മാത്രമല്ല 27,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയ് വിജയിച്ചു. എന്നാൽ പെരുമ്പൂരിൽ ജനപ്രീതി വോട്ടായി മാറുമെന്നായിരുന്നു TVK പ്രതീക്ഷ. DMKയും AIDMKയും ജയിച്ചു കാണിച്ച മണ്ഡലമാണിത്. എങ്കിലും 2019-ലെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ DMKയുടെ കയ്യിലായിരുന്നു പെരുമ്പൂർ സീറ്റ്. ഈ സീറ്റിൽ 1,00,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വിജയ്ക്കുള്ളത്. ഈ മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലം വിജയ് കൈവിടും എന്നതാണ് ചർച്ച. 14 ദിവസത്തിനകം വിജയ് ഏതെങ്കിലും സീറ്റ് രാജിവെക്കുകയും വേണം. ഇത് സംബന്ധിച്ച് TVKയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. എങ്കിലും ഒന്നിലധികം തമിഴ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം വിജയ് പെരുമ്പൂർ നിലനിർത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സീറ്റിൽ നിന്ന് രാജിവെക്കും. ട്രിച്ചിയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. വിജയ് രാജിവെക്കുന്ന സീറ്റ് മാത്രമല്ല ആരാകും ഇവിടെ സ്ഥാനാർത്ഥി എന്നതും തമിഴകത്ത് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിലേക്കാണ് തൃഷയുടെ പേരും അഭ്യൂഹങ്ങളിൽ പരക്കുന്നത്. വിജയ് മത്സരിച്ച ട്രിച്ചി ഈസ്റ്റിലും പെരുമ്പൂരിലും വീണ്ടും വിജയം ഉറപ്പു തന്നെയാണെന്നാണ് TVKയുടെ കണക്കുകൂട്ടൽ. എന്നിരുന്നാലും ഇവയൊന്നും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളല്ല. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വിജയുടെ TVK ലീഡ് നേടി തമിഴ് രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചപ്പോൾ അഭിനന്ദനങ്ങളുമായി തൃഷ വിജയുടെ വീട്ടിലെത്തിയതും ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിനത്തിലും തൃഷ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട്. ഇതെല്ലാം ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.